പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച തീരുമാനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കും. നാളെ മുതൽ ആരംഭിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങളിലെ ചർച്ചകൾക്ക് അടിസ്ഥാനത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. വിഷ്ണു, PB വിഷയം എങ്ങനെ പരിശോധിച്ചു? ഇനി സംസ്ഥാനത്തിന്റെ വിഷയമാണ്, സംസ്ഥാനത്തിന്റെ കാര്യമാണ്. സംസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സമിതി, ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം അറിയാൻ കഴിയുമോ? എന്താണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളും സൂചനകളും? പ്രതീക്ഷ, പ്രധാനമായും ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ആര് വേണമെന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കാനുള്ള ചുമതല ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. CPIM പോളിറ്റ് ബ്യൂറോ യോഗം നാളെ മുതൽ ആരംഭിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങളിലെ ചർച്ചകളിലൂടെ ആയിരിക്കും തീരുമാനത്തിലെത്തുക. എന്തായാലും ഈ സംസ്ഥാന നേതൃയോഗങ്ങളിൽ കേന്ദ്ര നേതാക്കൾ പങ്കെടുക്കും. പ്രത്യേകിച്ച് MA ബേബി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ന് വൈകിട്ടോടുകൂടി കേരളത്തിലേക്ക് തിരിക്കുകയാണ്. പിണറായിക്ക് പകരം പുതിയ ഒരു നേതാവ് ഉയർന്നു വരണമെന്ന ആവശ്യവും ഇന്നലെയുമായി ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉയർന്നിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലുടനീളം ഇത് സംബന്ധിച്ച ആവശ്യങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ കനത്ത പരാജയം ഉൾപ്പെടെ മുൻനിർത്തിയാണ് മറ്റൊരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരണം എന്നൊരു ആവശ്യം PBയിൽ ഉയർന്നിട്ടുള്ളത്. എന്തായാലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുമെന്നത് ശ്രദ്ധേയമാണ്. കാരണം തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിന്റെ വീഴ്ചയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരായ ജനവികാരവും ഉണ്ടായി എന്ന ചില വിലയിരുത്തലുകളുണ്ട്. അതിനെല്ലാം തന്നെ CPM എങ്ങനെ നോക്കിക്കാണുന്നത്? അപ്പോൾ സംസ്ഥാനം തീരുമാനിക്കും. സംസ്ഥാനത്തായിരിക്കും ഇനി ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിലുള്ള ചർച്ചകളൊക്കെ വരാൻ പോകുന്നത്.